ഗൈസ്, ഇന്ന് നമുക്കൊരു ട്രിപ്പ് ഇടിയായാലോ. ഞങ്ങൾ എല്ലാവരും പ്ലാൻ ചെയ്യുന്ന ഒരു വൺ ഡേ ട്രിപ്പ് പോലെ നമ്മുടെ വണ്ടർലയിലേക്ക് ഒരു ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്ത് ഞാനും നാത്തൂനും അവിടെ ഹസ്ബൻഡും എൻ്റെ ഹസ്ബൻഡും ഞങ്ങളുടെ കസിൻ ബ്രദറോട് കേട്ടോ പോയത്. ഞങ്ങൾ രാവിലെ ഇറങ്ങി അങ്ങനെ ഞങ്ങൾ കോട്ടയത്തൊക്കെ എത്താറായി. അപ്പോൾ ഞങ്ങൾ വെജ് റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിച്ചു. ഞങ്ങൾ കോംബോ വാങ്ങിയത്. അതിനകത്ത് ഇഡ്ഡലി, ദോശ, പൂരി, വട എല്ലാം ഉണ്ടായിരുന്നു. സൂപ്പർ ഫുഡായിരുന്നു. അതെല്ലാം ഞങ്ങൾ കഴിച്ചു. ഓരോ കോഫിയും കുടിച്ചു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കഥകളൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങനെ വണ്ടർലയിലെത്തി. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് വണ്ടർലയിൽ പോകുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ടായിരുന്നു. ഏതൊക്കെയായിരിക്കും. ബാക്കി എല്ലാവരും പോയിട്ടുണ്ട്, അവളും പോയിട്ടുണ്ട്, എല്ലാവരും പോയിട്ടുണ്ട്. ഞാനും നാത്തൂൻ്റെ ഹസ്ബൻഡ് ഞങ്ങൾ ആദ്യമായിട്ടാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് ഫാസ്റ്റ് ട്രാക്ക് എടുത്ത് അതിൻ്റെ കൂടെ ഫുഡിൻ്റെ പാക്കേജും കൂടെ എടുത്തിട്ടുണ്ട്. ഫാസ്റ്റ് ട്രാക്ക് എടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കയറാമല്ലോ, ക്യൂ നിൽക്കേണ്ടല്ലോ. അങ്ങനെ ഉദ്ദേശിച്ച് ഞങ്ങളൊരു ഫാസ്റ്റ് ട്രാക്ക് എടുത്ത്. എന്നിട്ട് ഫാസ്റ്റ് ട്രാക്ക് എടുക്കുമ്പോൾ നമുക്ക് കയ്യിലൊരു ബാൻഡ് കെട്ടിത്തരും. അതൊക്കെ കെട്ടിയാൽ ഞങ്ങളങ്ങനെ അകത്തേക്ക് പോയി. ഞാൻ കാണുമ്പോൾ തന്നെ അറിയാം ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ്. ഇതുപോലെ ഭയങ്കര ഹാപ്പിയായിരുന്നു. അങ്ങനെ ഉള്ളിൽ ചെന്ന് ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് കയറിയത് 3D കിച്ചണിലാണ്. അത് നല്ലതായിരുന്നല്ലോ. നമ്മുടെ മൈൻഡിനൊക്കെ ഇങ്ങനെ കൂളാക്കി വെക്കും. നമുക്ക് ടെൻഷനില്ലാതെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നമുക്കിങ്ങനെ ടെൻഷനില്ലാതെ ഇങ്ങനെ ഇരിക്കാം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫസ്റ്റ് റൈഡ് കയറിയത് എയറോപ്ലെയിനിൽ. ആ കൂളായിരുന്ന മൈൻഡൊക്കെ പെട്ടത്. അത് കണ്ടപ്പോഴേ ഞാൻ പോവാം. അങ്ങനെ പിന്നെ ഞാൻ അതൊക്കെ കയറി എക്സ്പീരിയൻസ് ചെയ്ത് പിന്നെ അടുത്ത റോളർ കോസ്റ്ററിൽ കയറി. അത് കയറിയിരുന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. പോയതും വന്നതും എല്ലാം കണ്ണടച്ച് തുറക്കുന്നതിന് ഷൂന്ന് പോയിട്ട് വന്നു കഴിഞ്ഞു. അതിലും എല്ലാം കയറി. പിന്നെ സ്കൈ ഗണ്ണിൽ ഞാൻ കയറിയില്ല. സ്കൈ ഗണ്ണി എൻ്റെ നാത്തൂൻ്റെ ഹസ്ബൻഡും ഞങ്ങളുടെ ബ്രദറും കയറിയിട്ടുണ്ടായിരുന്നു. അത് കറങ്ങുന്ന കണ്ടപ്പോൾ ഞങ്ങൾക്ക് കയറാൻ തോന്നിയില്ല. ഞാനും കയറില്ല, അവളും കയറിയില്ല. ഞങ്ങൾ അതൊക്കെ കയറി. എന്തായാലും നല്ലൊരു ഇതായിരുന്നു. ഉള്ളി പേടിയുണ്ടെങ്കിലും നന്നായിട്ട് എൻജോയ് ചെയ്തു. എല്ലാ റൈഡിലും കയറി നന്നായിട്ട് എൻജോയ് ചെയ്തു. എൻ്റെ ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ കാറിൽ കയറി. എൻ്റെ കാർ അവിടെ കിടന്ന് കറങ്ങുന്നേ അല്ലാതെ ഇങ്ങോട്ട് പുള്ളി എനിക്ക് റൗണ്ട് അടിക്കാൻ പറ്റും. എല്ലാവരും എന്നെ കൊണ്ടിട്ടിടിക്കുക. ആ നടുക്ക് കിടന്ന് ഞങ്ങൾ 3 പേര് ഇടിക്കുന്നതല്ലാതെ റൗണ്ട് അടിച്ചാലും എനിക്ക് പറ്റില്ല. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നല്ല ഈ ഒരു റൈഡിൽ നമുക്കെല്ലാം ഫുള്ള് വ്യൂ കാണാമായിരുന്നു. നല്ല രസമാണ്. പിന്നെ തവള പോലെ ഇങ്ങനെ ചാടി പോയി അതിനകത്ത്. ഞാനും അവളും മാത്രമായിട്ട് കയറിയത്. അത് കയറി നല്ല കുതിരപ്പുറത്തിരിക്കുന്ന പോലത്തെ ഫീലായിരുന്നു. പിന്നെ ഞങ്ങളൊരു ക്ലോക്ക് പോലത്തിനകത്ത് കയറി. അതും നല്ലതാണ്. അത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അതും പേടിക്കേണ്ടതായിട്ടൊന്നുമില്ല. നമുക്കിങ്ങനെ കൂളായിട്ട് ഇങ്ങനെ പോകുന്നൊരു സംഭവം. അതിൽ ഞങ്ങളങ്ങനെയൊക്കെ കയറി. അങ്ങനെയെല്ലാം റൈഡുകളിലെല്ലാം ഒട്ടുമിക്ക റൈഡിലെല്ലാം കയറി. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. അന്നേരം ഫുഡ് കഴിക്കാൻ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾക്ക് പാക്കേജ് എടുത്ത് നഷ്ടമായില്ല. കാരണം നല്ല ഫുഡായിരുന്നു. ബൊഫേ ആയിരുന്നു. നമുക്കിഷ്ടമുള്ള ഫുഡ് കഴിക്കാം, നല്ല ഫുഡ്. പിന്നെ ഞങ്ങൾ വേറെ റൈഡിൽ കയറി കാട്ടിക്കൂടി ഇങ്ങനെ പോകുന്ന പോലെ ഒരു ട്രെയിനിനകത്ത് അത് കയറി. പിന്നെ മീൻ ഫുഡ് കൊടുത്തു. ആദ്യം പേടിയത് പിന്നെ കൊടുത്തു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് ഞങ്ങൾ പൂളിലേക്ക് ഇറങ്ങി. വെള്ളം ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണെങ്കിൽ അതുപോലെ പേടിയുള്ള സാധനം എനിക്ക് വെള്ളമെന്ന് പറയുന്നത്. മുങ്ങാൻ ഭയങ്കര പേടിയാണ്. പക്ഷേ അവർക്കൊക്കെ എന്നെ മുക്കിയേ പറ്റും. മൂക്കിലുമായാലും വെള്ളം കയറി. അതൊക്കെ പിന്നെ എൻ്റെ ഭാഗമല്ല. അങ്ങനെയൊക്കെ ഞങ്ങൾ നല്ലതായിട്ട് എൻജോയ് ചെയ്തു. വേവിലൊക്കെ പോയി. എനിക്ക് ഭയങ്കര പേടിയാണെങ്കിലും നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്തു എല്ലാം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒരു ഡേ ഫുൾ എൻജോയ് ചെയ്ത് ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് മടങ്ങി. അപ്പം